Yes, Lord. Yes, Lord. സ്തോത്രം, 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 സ്തോത്രം. Hallelujah, hallelujah. Praise you, Lord. Praise you, Lord. Yes, Lord. സ്തോത്രം, 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 സ്തോത്രം. Thank you, Lord. 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 We praise you. 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 Yes, Lord. Hallelujah. Hallelujah. Yes, Lord. Yes, Lord. സ്തോത്രം, 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 സ്തോത്രം. യെസ് ലോർഡ്, യെസ് ലോർഡ്, ഞങ്ങൾ ഓർക്കുന്നു. ഹല്ലേലൂയ. യെസ് ലോർഡ്, യെസ് ലോർഡ്. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് യു, പ്രൈസ് യു, പ്രൈസ് യു. യെസ് ലോർഡ്. ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. We praise you, we praise you. Yes, Lord. Yes, Lord. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം. Yes, Lord. Yes, Lord. സ്തോത്രം. Yes, Lord. Yes, Lord. സ്തോത്രം, സ്തോത്രം. Praise you. ആമേൻ. സ്തോത്രം. നമ്മെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനി ഗർഭത്തിലേക്കും നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. നാം എവിടെയായിരുന്നു, ഇപ്പോൾ നാം എവിടെയായിരിക്കുന്നു? നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. കർത്താവിനോട് കൂടി അവൻ നമ്മെ ഉയർപ്പിച്ച് തത്വത്തിൽ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. യോഗ്യതയില്ലായിരുന്ന നമുക്ക് ഈ പദവി നൽകി തരുവാൻ കർത്താവ് അവിടുത്തെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പുത്രൻ തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ മരണത്തിലൂടെ നമുക്ക് പകരം പ്രായശ്ചിത്തമായി രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, അവിടുത്തെ ആരാധിപ്പാൻ തന്ന ഈ പദവിയെ ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. പാപഭാരത്തിൽ എന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ എന്നെ രക്ഷിച്ചോരു ദൈവത്തിനു സ്തോത്രം. ഇന്നും
ക്രൂശിൽ മരിച്ചോരു കാൽവരി മലേ, ക്രൂശിൽ മരിച്ചോരു ദൈവത്തിനു സ്തോത്രം. ഇന്നും എന്നേക്കും എന്റെ രക്ഷകനു സ്തോത്രം. ഇന്നും എന്നേക്കും ദൈവത്തിനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം. ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം. ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം. ഇന്നും എന്നേക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തിന്റെ ഭാരത്തിൽ നമ്മെ വിടുവിച്ച, പാപക്കടത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച, നിത്യ മരണത്തിൽ നമ്മെ വിടുവിച്ച കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് പകരമായി, നമുക്ക് പകരമായി പ്രായശ്ചിത്ത യാഗമാകുവാൻ തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. പുത്രന്റെ യാഗമരണത്തിലൂടെ നമ്മെ പുത്രന്മാരാക്കി തീർക്കുവാൻ, മക്കളാക്കി തീർക്കുവാൻ അനാദിയിൽ അവൻ നമ്മെ തിരഞ്ഞെടുത്തത് ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. We praise you Lord, we praise you Lord. എല്ലാം മറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഭാരങ്ങൾ മറന്ന്, കഷ്ടതകൾ മറന്ന്, ഞെരുക്കങ്ങൾ മറന്ന് ഹല്ലേലൂയ ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. We praise you Lord, we praise you Lord, we praise you Lord. Hallelujah. സ്തോത്രം, 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 സ്തോത്രം. We praise you, we praise you. We love you Lord, we love you Lord, we love you Lord. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു ഞായറാഴ്ച പകലും കൂടെ തിരുസനയിൽ സഭയായി കടന്നു വന്ന് അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ തക്കവണ്ണം ഒരവസരം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഓർത്ത് ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു. കർത്താവ്, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ കർത്താവ് ഞങ്ങളെ പരിപാലിച്ചു. അല്ല കർത്താവ്, ഞങ്ങളുടെ ജനനം മുഴുവൻ കർത്താവ് ഞങ്ങൾ പരിപാലിച്ചു. ഓരോ സെക്കൻഡും അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു. വീഴാതെ വണ്ണം അങ്ങ് ഞങ്ങളെ കാത്ത് പ്രത്യാശയോടെ ഞങ്ങളെ നിർത്തി, ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ വണ്ണം പരിപാലിച്ച് ഇന്ന് രാവിലെ തിരുസന്നിധിയിലേക്ക് കൂട്ടിവരുത്തിയ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കർത്താവെ, യോഗ്യതയില്ലാതെ എളിവരെ യോഗ്യതയുള്ളവരാക്കി തീർത്തനായി നന്ദി പറഞ്ഞു. കർത്താവെ, കരുണ ലഭിക്കാതിരുന്ന എളിവരെ കരുണ ലഭിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, മക്കളല്ലാതിരുന്ന ഞങ്ങളെ മക്കളാക്കി തീർത്ത അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് രാവിലെ അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ എളിവരെ സഹായിക്കണമേ. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മക്കൾക്കായി സ്തോത്രം. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. ഇന്ന് രാവിലെ വന്നതുപോലെയല്ല, അങ്ങയുടെ നാമത്തെ ഉയർത്തി, അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റി, അങ്ങയുടെ വചനം ശ്രവിച്ച് പ്രത്യാശ വർദ്ധിച്ച്, അങ്ങയോടുള്ള സ്നേഹം വർദ്ധിച്ച് ഇവിടെ നിന്ന് കടന്നു പോകാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷകളെ ആദ്യോടെ ആത്മാവ് തന്നെ ഭരിച്ചു നടത്തുമാറാകണം. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണം. വിധനകളിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരെയും ആശ്വസിപ്പിക്കണം. എവിടെയും അങ്ങയുടെ സാന്നിധ്യമുണ്ടല്ലോ. അങ്ങയുടെ വചനം അയച്ച് സൗഖ്യം കൽപ്പിക്കുവാൻ കഴിയുമല്ലോ. സ്വാതന്ത്ര്യം വരുത്തുവാൻ കഴിയുമല്ലോ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ഇന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കർത്താവേ, നാട്ടിലും മറ്റുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ സഭാഹമുള്ളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം കരയേറ്റുവാൻ എളിവരെ സഹായിക്കേണ്ടതിനെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ കരങ്ങളെ ഉയർത്തി കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തിക്കാട്ടെ. ഹല്ലേലൂയ. അവന്റെ നാമം എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്നു. ഒരിക്കൽ കൂടെ അവന്റെ നാമത്തിന് ഒരു മഹത്വം കരയേറ്റിക്കാട്ടെ. ഹല്ലേലൂയ. ദൈവസേനയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ഒരു ദിവസം കീർത്തന ഭാഗം വായിച്ചു കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്തിയ ശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സാം നമ്പർ 97, 97-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിന്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 97-ാം സങ്കീർത്തനം, സാം നമ്പർ 97. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ളവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു.
യഹോവയുടെ സന്നിധിയിൽ, സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകും. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിക്കുവിൻ. യഹോവേ, നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. ചേർന്ന് വായിക്കാം. നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിക്കുവിൻ, അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. അവസാനത്തെ വാക്യത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളി കേട്ടോ, നീതിമാന്മാരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പ്രവൃത്തിയിലുള്ള നീതി അല്ല കേട്ടോ, നമ്മെ നീതിമാന്മാരാക്കി തീർത്തതാ. നമ്മെ നീതിമാന്മാരാക്കി തീർത്തതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പറയുന്നത്, ഒന്ന്, ദൈവത്തിൽ നമ്മൾ സന്തോഷിക്കണം. ആ ഒരു സന്തോഷം ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മൾക്കുണ്ടോ പ്രിയമുള്ളവരെ? കർത്താവിൽ സന്തോഷിപ്പാൻ രാവിലെ അതിനുവേണ്ടിയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക, അവിടുത്തെ സന്നിധിയിൽ നമ്മൾ സന്തോഷിക്കുക. രണ്ട്, അവന്റെ വിശുദ്ധ നാമത്തിന് എന്തോ ചെയ്യണം? സ്തോത്രം ചെയ്യാൻ. ഗിവ് താങ്ക്സ് എന്ന് പറഞ്ഞ് നന്ദി പറയാം. എത്രയോ കാര്യങ്ങൾ നമുക്ക് നന്ദി പറയാനുണ്ട്. ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞാലും തീരാത്ത കാര്യം, പാപത്തിന്റെ കൂപത്തിൽ നമ്മെ രക്ഷിച്ച് നിത്യജീവൻ ഓഹരിക്കാരാക്കി തീർത്ത് കർത്താവിനെ, ഈ പരിശുദ്ധനായ ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം, പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പദവി നമുക്ക് നൽകി തന്ന കർത്താവിന് ഏകാഗ്ര ഹൃദയത്തോടെ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മറ്റെല്ലാം നമുക്കൊന്ന് മറക്കാം. ഒരുപക്ഷെ പാട്ടിന്റെ കാര്യങ്ങളോ സ്റ്റാൻസ് എല്ലാം മറന്ന് കർത്താവിനെ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു അവിടുത്തെ നാമത്തിനും നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അവന്റെ മുമ്പിൽ നമുക്കൊന്ന് മുട്ടുകുത്താം. ഹല്ലേലൂയ. ലിറ്ററലി മുട്ടുകുത്തണമെങ്കിൽ മുട്ടുകുത്തിക്കോ. അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇതൊരു മിത്തല്ല. അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ പരിശുദ്ധനായ ദൈവ സാന്നിധ്യത്തിന് നടുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നാം കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഈ പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. അവിടുത്തോട് നമുക്ക് പറയാം, അങ്ങേ പോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. അങ്ങയ്ക്ക് തുല്യനായ ആരുമില്ല. നീ അല്ലാതെ വേറെ ദൈവമില്ല. നിന്റെ മുമ്പിൽ മാത്രം ഞാൻ വണങ്ങുന്നു. നീയാണ് എന്റെ ദൈവം, എൻ പിതാവ്. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന. എല്ലാ പ്രശംസയും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്കാരാധന. എല്ലാ പ്രശംസയും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേക്കാരാധന. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ. ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ,
praise you. Hallelujah. ഹല്ലേലൂയ. ഞങ്ങളുടെ നാമത്തെ ഉയർത്തുന്നു. അങ്ങ് ഏറ്റവും വലിയ ദൈവമാണ്. അങ്ങേ പോലെ മറ്റൊരു ദൈവമില്ല. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഹല്ലേലൂയ. ഓ അങ്ങേക്കു തുല്യനായി ആരുമില്ല. നീയല്ലാതെ വേറെ ദൈവമില്ല. അങ്ങേക്കു തുല്യനായി ആരുമില്ല. നീയല്ലാതെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ. നീയാണെൻ ദൈവമേ, എൻ പിതാവേ. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ. നീയാണെൻ ദൈവമേ, എൻ പിതാവേ. Hallelujah. Hallelujah. We praise you, Lord. Hallelujah. 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 നമ്മൾ പാടിയ പാട്ടിന്റെ രണ്ടാമത്തെ സ്റ്റാൻസ് ഇപ്രകാരമാണ്: അങ്ങയ്ക്ക് തുല്യനായ ആരുമില്ല. നീ അല്ലാതെ വേറെ ദൈവമില്ല. നിന്റെ മുമ്പിൽ മാത്രം ഞാൻ വണങ്ങിടുന്നു. നീയാണ് എന്റെ ദൈവം, എന്റെ പിതാവ്. ഒരിക്കൽ കൂടെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയൊന്ന് പാടാമോ? അങ്ങയുടെ മുമ്പിൽ വണങ്ങുന്നു എന്ന് പറയാമോ? അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു എന്ന് പറയാമോ? അങ്ങ് ദൈവമാണ്, അതേ സമയം തന്നെ എന്റെ പിതാവാണ്, എന്റെ പിതാവാണ്, എന്റെ പിതാവാണ്. അങ്ങയ്ക്കു തുല്യനായി ആരുമില്ല. നീയല്ലാതെ വേറെ ദൈവമില്ല. ഒരിക്കൽ കൂടെ: അങ്ങയ്ക്കു തുല്യനായി ആരുമില്ല. അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല. നീയല്ലാതെ വേറെ ദൈവമില്ല. ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നു. നീയാണ് ദൈവമേ, എൻ പിതാവേ. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നു. നീയാണ് ദൈവമേ, എൻ പിതാവേ. Hallelujah. 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 Oh, hallelujah. ഞങ്ങളെ സ്തുതിക്കുന്നു. Hallelujah. 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 We praise you, Lord. കർത്താവിനെ സ്തുതിച്ചാൽ അവന്റെ നാമത്തെ ഉയർത്തിക്കാൻ. ഹല്ലേലൂയ. അവൻ സകല ദേവന്മാരെക്കാൾ മേലായ ദൈവമാണ്. സകല നാമത്തിലും മേലായ നാമമുള്ളവനാണ്. അവന്റെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. അവന്റെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം. അവൻ സ്തുതിക്ക് യോഗ്യൻ, പ്രശംസയ്ക്ക് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. We praise you, Lord. Hallelujah. 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 We praise you, we praise you, we praise you, we praise you. Hallelujah, 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 hallelujah. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം, 97-9. യഹോവേ, നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. പാടുവാൻ പോകുന്ന പാട്ടിലും ആ ഒരു അർത്ഥമുണ്ട്. മുഴങ്കാലുകളെല്ലാം മടങ്ങിടുന്ന നാമം, ഏവരും ഒരുപോലെ വണങ്ങിടുന്ന നാമം, യേശുവിന്റെ നാമം,
മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ഓ പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപവും നീക്കും, പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ഓ പരിമള തൈലം പോലെ യേശുവിൻ നാമം, വാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, വാരെങ്ങും വാസന വീശിടും നാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ആമേൻ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ഓ വാനിലും ഭൂമിയിലും മേലായ നാമം, വാനവൻ യേശുവിൻ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനവൻ യേശുവിൻ നാമം, യേശുവിൻ നാമം. ഹല്ലേലൂയ. യേശുവിന്റെ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം, യെസ് ലോർഡ്, ഇണയില്ലാ നാമം, ഇമ്പനാമം. ആമേൻ. മുഴങ്കാലുകൾ എല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. മുഴങ്കാലുകൾ എല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ആമേൻ. യേശുവിൻ നാമം, ഹല്ലേലൂയ, മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ആമേൻ. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതം, എത്ര മഹാത്ഭുതം യേശുവിന്റെ നാമം, പരിശുദ്ധ നാമം. ഹല്ലേലൂയ. ഓ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ഓ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ആമേൻ. മുഴങ്കാലുകൾ എല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. മുഴങ്കാലുകൾ എല്ലാം മടങ്ങിടും നാമം, ഏവരും ഒരുപോൽ വണങ്ങിടും നാമം. യേശുവിൻ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. അങ്ങേക്ക് മഹത്വം. ഓ യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ഓ എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധ നാമം. ഹല്ലേലൂയ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ഓ യേശു
യേശുവിൻ നാമം, യേശുവിന്റെ നാമം, മധുരിമ നാമം, ഇണയില്ലോ നാമം, ഇമ്പനാമം. ഹല്ലേലൂയ. ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, അവിടുത്തെ സാന്നിധ്യത്തിന്റെ നടുവിലായിരിക്കാൻ, അവിടുത്തേക്ക് മുമ്പിൽ നമ്മുടെ സ്തോത്രങ്ങളെ അർപ്പിപ്പാൻ, അവിടുത്തേക്ക് മുമ്പിൽ നമ്മളെ ആരാധനയായി അർപ്പിക്കുവാൻ നൽകിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം എത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന നാമം, എത്രയോ പരിശുദ്ധമായ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We praise you, Lord. Hallelujah. ഈ പരിശുദ്ധ നാമത്തിന് മുമ്പിൽ നമ്മെ തന്നെ നമസ്കരിക്കാം. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഉയർപ്പിൻ പൽക്കാലം അങ്ങ് മാത്രമാണ് ദൈവം, അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ, അങ്ങ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനെന്ന് പാടുവാൻ ഞങ്ങൾക്കൊരിക്കൽ കൂടെ അങ്ങ് ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു കർത്താവേ. അതേ കർത്താവേ, ഇണയില്ലാത്ത നാമം അങ്ങയുടെ നാമമാണ്. അങ്ങാണ് പരിശുദ്ധൻ, അങ്ങാണ് നീതിമാൻ, അങ്ങാണ് സത്യവാൻ, അങ്ങാണ് വിശുദ്ധനായ ദൈവം. ആ വിശുദ്ധനായ ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്കങ്ങ് കൃപ ചെയ്തതിനായി മഹത്വം അർപ്പിക്കുന്നു കർത്താവേ. എല്ലാ ശുശ്രൂഷകളിലും മേലും ദൈവസാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങളുടെ നാമം മഹത്വപ്പെടുത്താട്ടെ, യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. വചനത്തിന് അവിടുത്തോളം വലുപ്പമുണ്ട്. ഞങ്ങളുടെ ഹൃദയമായി ഇന്ന് പകലും വിടരണമേ. ദൈവസാന്നിധ്യത്തിൽ അങ്ങയുടെ വചനം കേട്ട് മടങ്ങുവാൻ കൃപ തരണമേ. അടിയങ്ങളോട് സംസാരിക്കുമല്ലോ, യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു, അഥവാ എന്ന് ചോദിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇതൊക്കെ പറഞ്ഞാൽ ഇവൻ ആരാ? അങ്ങനെ അത് വായിക്കേണ്ടത്. ഈ പടകിലുള്ള ഈ വ്യക്തി ആരാ? ദൈവാത്മാവെന്നെ പറയുവാൻ പ്രേരിപ്പിച്ചു. വളരെ സ്ലോയിൽ പോകുന്നു വിചാരിച്ച് ഇങ്ങനെ നിൽക്കത്തില്ല, ജസ്റ്റ് സ്പീഡ് കൂട്ടാം. പറയുമെന്ന് പറയാൻ പറഞ്ഞ ദൈവാത്മാവെന്നെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു വിഷയം, ക്രൈസ്റ്റ് ഇൻ ദ സ്ക്രിപ്ചർ ആൻഡ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്. ഒരു യേശു എവിടെ ഉണ്ട്? പുസ്തകത്തിലുണ്ട്. ആ യേശുവിനെ എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം പല മതസ്ഥരും, അനിൽ കോഴിത്തോട്ടമാണ് ഈ ക്രൈസ്തവ വിശ്വാസമുള്ളവനത്തിൽ എന്താണ് പറയുന്നത്, ഡിബേറ്റ് ചെയ്തത്. നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. അവർ പോലും എടുക്കുന്ന യേശുവിൻ്റെ നാമം. അപ്പം എല്ലാവർക്കും എന്തറിയാം? പുസ്തകത്തിലുള്ള ഒരു ക്രിസ്തുവിനെ അറിയാം. ക്രൈസ്റ്റ് ഇൻ ദ സ്ക്രിപ്ചർ, വചനത്തിലുള്ള ക്രിസ്തു. ആൻഡ് നെക്സ്റ്റ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്. ശാന്തമായി നമുക്കൊന്ന് ചിന്തിക്കുവാനുള്ള സമയമാണ്. മർക്കോസിലെ സുവിശേഷം 4ഉം 5ഉം അധ്യായങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഒരു നല്ല പാട്ട് പാടി. ഇതുവരെ പാടിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിരിഞ്ഞു പോകണം. ദൈവത്തിന് സ്തോത്രം. സ്റ്റേസി കുഞ്ഞിനെ 4ഉം 5ഉം അധ്യായങ്ങൾ, അത് ചില കാര്യങ്ങൾ.
യേശു കൂടെയുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ വരും. പ്രശ്നവും പ്രതികൂലവും കാറ്റും കോളുമില്ലാത്ത ക്രിസ്ത്യ ജീവിതമില്ല. നമുക്കൊരു കാര്യം കൂടി അറിയാം, ഏത് സാഹചര്യത്തിലും കർത്താവ് കൂടെയുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ഇതൊക്കെയാണെങ്കിലും ചില സന്ദർഭങ്ങൾ വരുമ്പം നിനക്ക് ഞങ്ങളെ കുറിച്ച് വിചാരമില്ലയോ? ചോദിച്ചിട്ടില്ലേ? ബി എ റിയൽ പേഴ്സൺ. ചോദിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളും വരുമ്പോൾ കർത്താവ് ഇല്ലെന്നുള്ളതല്ല, പക്ഷെ ചോദ്യം പലപ്പോഴും മനസ്സിലും, കർത്താവ് ഇങ്ങനെയൊക്കെയാണ്, ഈ സാഹചര്യം നീ അറിയുന്നില്ലേ? ഞാൻ പോകുന്ന വ്യഥകൾ ആരോട് പറയും? എന്റെ സാഹചര്യം നീ അറിയുന്നില്ലേ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലല്ല, ചോദിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ചില കാര്യങ്ങൾ അതോട് ചേർന്ന് 35-ാമത്തെ വാക്യം ആരംഭിക്കുന്ന അന്ന് സന്ധ്യയായപ്പോൾ. അന്ന് സന്ധ്യയായപ്പോൾ. അപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് ചില കാര്യങ്ങൾ നടന്നു. ഒരു ദിവസം മുഴുവനും പുരുഷാരത്തിന്റെ മധ്യേ യേശു ശുശ്രൂഷിച്ചു. 4:1 വായിക്കുമ്പോൾ അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും പുരുഷാരം ഒത്തിരി വന്നതുകൊണ്ട് അവൻ പടകിൽ കയറി. ബൈബിൾ വായിക്കുന്നത്, യേശു കർത്താവിന് താല്പര്യം ആരൊക്കെ എൻ്റെ വചനം കേൾക്കുന്നു അവർക്ക് ശരിക്കും മനസ്സിലാകണം. അവിടൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ട് സ്തോത്രം പറയണമെന്ന്. അതുകൊണ്ട് യേശു വെറുതെ പറയല്ല, ഉപമ സഹിതം കാര്യങ്ങൾ വിശദീകരിച്ച്, അങ്ങനെ അവർക്ക് വളരെ ക്ലിയറായിട്ട് ദൂത് ലഭിക്കേണ്ടതിന് അവൻ അവരോട് ഉപമകളാൽ സംസാരിച്ചു എന്ന് വായിക്കുന്നു. ഈ 4-ാം അധ്യായത്തിലുള്ളത്. അങ്ങനെ വിത്ത് വിതയ്ക്കുന്ന കാര്യം ഒരുവൻ വിതയ്ക്കാൻ പോയി. 4-ാം അധ്യായത്തിൽ 3 വിഷയങ്ങൾ പറയുന്നുണ്ട്, ഒന്നേ എടുക്കുന്നുള്ളൂ. വിത്ത് വിതയ്ക്കാൻ ഒരു വിതയ്ക്കുന്നവൻ പോയി. ആ വിതയ്ക്കുന്ന ആള് വിത്ത് വിതച്ച് കഴിഞ്ഞപ്പോൾ ചിലർ ആദ്യം വീണത് എവിടാ? വഴിയരികിൽ വീണു. 2 പാറപ്പുറത്ത് വീണു. 3 മുള്ളിൻ്റെ ഇടയിൽ 4 നല്ല സ്ഥലത്ത് വീണു. നമ്മളത് പലപ്പോഴും ചിന്തിക്കുമ്പോൾ, ഇങ്ങനെ ഇട്ടപ്പോൾ വെളി ചെതറിപ്പോയത് ആ വഴിയേരി, അത് കിളിക്കും വേണ്ട, ജീവിക്കണ്ടായോ? നമ്മളങ്ങനെ ആശ്വസിക്കാറുണ്ട്. അതാരുടെ കുഴപ്പമൊന്നുമല്ല, ഇല്ലയോ? നിങ്ങളുടെ വീട്ടിലെ പേരയ്ക്ക ഉണ്ടായി മുഴുവൻ അണ്ണാൻ കുട്ടിയാ, നമ്മൾ ആശ്വസിച്ചു, അതും ജീവിക്കണ്ടായോ? അല്ല, ഇപ്പൊ നമുക്ക് കിട്ടിയില്ല, അതിനെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആശ്വസിപ്പാണ്. ഈ വഴിയുടെ അപ്പുറത്തല്ലേ വീണത്, അകത്തുള്ളതുണ്ടല്ലോ. 2 ചെറുത് പാറപ്പുറത്ത്. പക്ഷേ കർത്താവ് പറഞ്ഞു കൊടുക്കുന്നതിൽ എൻറ്റയർലി ഡിഫറെന്റ് വ്യൂ ആ. നിലത്തിന് വഴിയിൽ വീണത് സാരമില്ലെന്നല്ലതാ, അത് വഴിയിലല്ല ആക്ച്വലി വീണത്. ഇത് ആരോടാ പറഞ്ഞു കൊടുക്കുന്ന അറിയാമോ? പബ്ലിക്കിനോടല്ല. യേശു പബ്ലിക്കിനോട്, പുരുഷാരത്തോട് പ്രസംഗിക്കും. നിങ്ങൾ ആരെല്ലാം എന്നെ വിശ്വസിക്കുന്നു കൈപൊക്കുക, ഇങ്ങോട്ട് വന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ല. ഒരു കൈപ്പൊക്കൽ കൊണ്ട് രക്ഷാനിർണയം പ്രാപിച്ചു എന്ന് ക്രിസ്തീയ ലോക വിധി എഴുതുമ്പോൾ അങ്ങനെയല്ല കർത്താവ് ചെയ്തത്. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ വന്നാൽ 10 കൺവെൻഷനാണെങ്കിൽ 11 പ്രാവശ്യം കൈപൊക്കും. ആർക്കറിയത്തില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ വിശ്വാസികൾ പോലും കൈപൊക്കും. അവർക്ക് ഇത്രേ ഉള്ളൂ, എങ്ങനെയും കൈപൊക്കാൻ മുമ്പോട്ട് വിളിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുമല്ലോ പാസ്റ്റർ, അത്രേ ഉള്ളൂ വിഷയം.
അപ്പൊ എന്താന്നൊന്നും കേൾക്കത്തില്ല. അവര് കൈപൊക്കാൻ കേട്ടു, കൈപൊക്കി. അപ്പോഴത്തേക്ക് നമ്മൾ അയച്ചു എല്ലായിടത്തും. എവിടാ ഞാൻ പ്രസംഗിച്ചു, ആൾക്കാർ കൈപൊക്ക്, ദേണ്ട കണ്ടോ. എന്തിനാ ഇതൊക്കെ? ആരും വിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ചെയ്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇത് 10 പ്രാവശ്യം കൈപൊക്കലായി, 11ാമത്തെ കൈപൊക്കലായത്. നമ്മൾ മനസ്സിലായോ? യേശു തമ്പുരാന് പുരുഷാരത്തിന്റെ മധ്യ ശുശ്രൂഷിച്ചതിന് ശേഷം ആരൊക്കെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അവന്റെ വിഷയമല്ല. വചനം പ്രസംഗിച്ചു, പക്ഷെ കൂടെയുള്ളവരെ ഇങ്ങി വിളിച്ചു. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായോ? വലുതായിട്ടൊന്നും ഡോണ്ട് വറി. ഞാനിത് ഇതിനകത്ത് എന്നുള്ളതറിയാമോ? സ്വർഗരാജ്യത്തിന്റെ മർമ്മമുണ്ട്. ഒരു സഹോദരൊക്കെ പറയാമോ? ഇത് ബാംഗ്ലൂർ എവിടേക്കാന്ന, കൊറിയയിലോ എവിടെങ്കിലും അടിച്ച പുസ്തകമൊന്നും അല്ല ഇത്. ഇതിനകത്ത് ദൈവരാജ്യത്തിന്റെ മർമ്മമുണ്ട്. അതറിഞ്ഞവർക്കായി സ്തോത്രം. ഇതാരാ പഠിപ്പിച്ചത്? ബൈബിൾ സ്കൂൾ സെമിനാരി ആദ്യമായിട്ട് ആരംഭിച്ചത് നസ്രയത്തിലാ, യെരുശലേമിലാ. ആരാണ് ടീച്ചർ? യേശു. ലോകം കണ്ടതിലേക്കും ഏറ്റവും വലിയ ഗുരു നസ്രയത്തിലെ തച്ചന്റെ മകൻ യേശുവാ. സ്തോത്രം. അവര് 12 പേരും ചുറ്റുമിരിക്കും, ടീച്ചർ തുടങ്ങും. ഇതൊക്കെ പറഞ്ഞാലും ഇപ്പോഴങ്ങോട്ട് പറഞ്ഞ കാര്യമുള്ള വിതച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. അതൊന്ന് വായിക്കാമോ നിങ്ങള്? ഒന്നാമത് വിതയ്ക്കുന്നവൻ മതി. ആദ്യത്തേത് വഴിയരികിൽ വീണു. അവിടെ ഒന്ന് വായിക്കാമോ? വഴിയരികിൽ വീണ്. അത്രേ ഉള്ളൂ. 4:15 മുതൽ വായിച്ചു. അപ്പൊ എവിടാ വീണത്? അതാണ് പോയിന്റ്. നമ്മൾ വിചാരിച്ച എവിടെ വീണതാ? അത് പോട്ടെന്നേ. പക്ഷെ എവിടാ വീണത്? ഹൃദയത്തിലാ വീണത്, അല്ലയോ? സാത്താൻ വന്ന് എവിടുന്നാ കൊണ്ടുപോയത്? കിളി വന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകത്തില്ല, വഴിയിൽ നിന്ന് കൊണ്ടുപോകത്തുള്ളൂ. പക്ഷെ സാത്താനോ ഹൃദയത്തിനകത്തു വീണത്. വീണത് എവിടെയാ? നമ്മൾ പലപ്പോഴും നല്ല നിലത്തെ വീണിനെ കറക്കാക്കി, പക്ഷെ ഇതും വീണത് അവിടെ തന്നെയാ. പക്ഷെ വീട് കഴിഞ്ഞ അവിടെ വായിച്ചേ. അത് കൊത്തിപ്പറിക്കുന്നത് ഇഷ്ടം അറിഞ്ഞില്ല. ആര് കൊത്തിപ്പറിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് 52 സൺഡേ അല്ലേ സാധാരണ ഉള്ളത്. 53 കേട്ടാലും ജീവിതത്തിൽ വ്യത്യാസമില്ലാത്ത എന്തുകൊണ്ടാ? ഇല്ല, നമ്മുടെ കാര്യമല്ല ഈ പറയുന്ന, പൊതുവെ കാര്യങ്ങൾ പറയാം. എന്താ വ്യത്യാസമില്ലാത്ത? ഇതിനകത്ത് വീണ് ആരും കൊണ്ടുപോയി? നമ്മൾ അറിഞ്ഞേയില്ല. നമ്മള് പ്രഭിക്ക് ഹോവേ സന്നാന്ന് പറഞ്ഞ് വീട്ടിൽ ഇന്ത്യയാണേ, അതുകൊണ്ടാണ് പാടി സന്തോഷിച്ച് വീട്ടിൽ പോയി. ഇതിനകത്ത് വീട് വന്നു. ഇനി അടുത്ത സൺഡേക്ക് വേണ്ടി കാത്തിരിക്കുക, ഒന്ന് കൈകൊട്ടാൻ. അടുത്ത സൺഡേ വന്നിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും ആരാധിക്കാമായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓരോ നിമിഷവും ആരാധനയാണ്. അറിയാമോ നിങ്ങൾക്ക്? സൺഡേയിലെ 2 പാട്ടല്ല വർഷിപ്പ് എന്ന് പറയുന്നത്. ജീവിതം വർഷിപ്പായി മാറണം. എന്തുവാ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ? അവന് നാമത്തിന് തക്ക, അവൻ ആരെന്നറിഞ്ഞ് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതമായിരിക്കണം. സ്തോത്രം. അപ്പോൾ വഴിയിൽ വീണത് ഹൃദയത്തിലാണ് വീണത്. ഹൃദയത്തിൽ വീണത്. പക്ഷെ എന്ത് ചെയ്തു? ഈ വ്യക്തി അറിഞ്ഞേയില്ല. സാത്താൻ പെറുക്കിക്കൊണ്ടുപോയി. അടുത്തത് പാറസ്ഥലത്ത് വിളിച്ച് അത് എന്ത് ചെയ്തു? പാഷ പറയത്തില്ല, ഒന്ന് കുറഞ്ഞ പക്ഷെ ഒന്ന് സന്തോഷത്തോടെ അങ്ങനെ ഇരുന്നോല. അല്ല, മുഹമ്മാട് ഇരുന്നതൊന്നും അല്ല. സ്വീകരിച്ചെങ്ങനാ?
പ്രൈസ് ദി ലോർഡ് സന്തോഷത്തോടെ സ്വീകരിച്ചു. അടുത്തത് അത് വളരുവാനുള്ള വേരില്ലാതെ പോയി. വേരില്ലാതെ പോയി. വായിച്ചു വായിച്ചു വായിച്ചു. അതായത് കാര്യം എന്താ, വേരിറങ്ങാൻ അനുവദിച്ചില്ല. പ്രശ്നം വന്നപ്പോൾ എന്ത് ചെയ്തു? ഇടറിപ്പോയി. എന്നും സൺഡേ ആയിരുന്നെങ്കിൽ എന്നും സന്തോഷമായിരുന്നു. പക്ഷെ മൺഡേയും ഉണ്ട്. പറഞ്ഞു മനസ്സിലായോ? ദുഃഖ വെള്ളിയാഴ്ചയും ഉണ്ട്. നമ്മുടെ ഒരു പേരുണ്ടല്ലോ, ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ പേര്. ഓശാന ഞായറാഴ്ചയും ഉണ്ട്. ഇതെല്ലാം ലൈഫിൽ ഉള്ളതാ. സ്തോത്രം. നമ്മളൊക്കെ 21 ദിവസം ഉപവാസ സമയത്ത് കർത്താവ് വന്നിരുന്നെങ്കിൽ എത്ര നല്ലതാണെന്ന് അറിയാമോ? ആ ദിവസങ്ങളുള്ള അന്യഭാഷയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ച് അതിനും കേട്ട്. പക്ഷെ എന്നുമല്ല, ഈ മറുവോ പലയിൽ ഇരുന്ന 3 പേരുണ്ടല്ലോ, അതിനകത്ത് ഒരാളായിരുന്നു പത്രോസ് കൂടെ. എന്നും അവിടെ തന്നെ ആയിരുന്നെങ്കിലോ ഞങ്ങൾ 3 കൂടെ ഉണ്ടാകും. നല്ല എന്ത് രസമായി ആ സിറ്റുവേഷൻ. ഞങ്ങളും അവന്റെ മഹിമ കണ്ട. ഇപ്പോൾ താഴ്വരയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഇവനെ അറിയുന്നേ ഇല്ല. ആ വ്യത്യാസം മനസ്സിലായോ? അപ്പൊ എന്നും മറുവമല മാത്രമല്ല, താഴ്വരയുമുണ്ട്. എന്നും എല്ലാവരും അനുകൂലമല്ല, പ്രതികൂല സാഹചര്യവുമുണ്ട്. എന്നും ഓശാന പാട്ട് പാടുന്നവൻ മാത്രമല്ല, ക്രൂശിക്ക എന്ന് പറയുന്നവനുമുണ്ട്. ഇത് വരുമ്പോൾ എന്ത് ചെയ്യൂ? വേരി പിടിക്കാതെ വചനം പോവും. അടുത്തത് അവിടെ എന്ത് ചെയ്തു? 1 ഹൃദയത്തിൽ വീണതാ, 2 സന്തോഷത്തോടെ സ്വീകരിച്ചതാ, 3 വചനം കേട്ടതാ. അടുത്തത് അപ്പൊ കേട്ടോണ്ടിരിക്കുമ്പോ എന്താണ് ചിന്തിക്കുന്നത്? ഓരോന്ന് പോട്ടെ. കേട്ടോണ്ട് ഇപ്പൊ കർത്താവ് സഹായിക്കും, കർത്താവ് അനുഗ്രഹിക്കും, കർത്താവ് യു ഗോയിങ് ടു ബി ബ്ലെസ്ഡ്. ഇനിയും പോയി ലോട്ടറി എടുക്കാം. അതാ ചിന്തിച്ചോണ്ടിരുന്നു. എന്തുവാ ഈ ദൂത് കേട്ടിട്ട് എവിടെയാണെന്ന് എനിക്ക് പോയി ലോട്ടറി എടുക്കാൻ. അങ്ങനെ കളിക്കുന്ന ഒത്തിരി പേരുണ്ട്. എങ്ങനെ കളിക്കുന്നേ? അത്ര മതിയല്ലോ. പണ്ട് ഡൽഹിയിൽ പറഞ്ഞു, ഞാൻ ഒരു ലോട്ടറി എടുത്തു, അത് അടിക്കുവാണെങ്കിൽ ഒരു ഹോള് പറഞ്ഞു തന്നേക്കാം. അത് അടിക്കുവാണെങ്കിൽ ഒരു ചർച്ച് ഹോള്. കർത്താവിന് ഇവന്റെ ലോട്ടറിയുടെ പൈസ വേണമല്ലോ ഹോള് പണിയാൻ. എത്ര പാപ്പരത്വം വന്നു നോക്കി. നടന്ന കാര്യം ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞ സ്വതന്ത്രം. എന്താ ആദ്യം എന്ന് പറഞ്ഞേ? ഇഹലോകത്തിന് ചിന്തയും ധനത്തിന്റെ വഞ്ചന. ആരെ താഴ്ത്തിയിട്ട് വേണം എനിക്ക് 10 പുത്തനുണ്ടാക്കാൻ? അപ്പൊ വചനം കേൾക്കുമ്പോൾ ചിന്ത എന്തുവാ? നമ്മളൊക്കെ ഇത് റോഡിൽ പോയി, മുള്ളിലടിയിൽ പോയി, പാറപ്പോയി നല്ലതല്ല നല്ലതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതല്ല. സ്ക്രിപ്ചറിലെ ക്രിസ്തുവും ജീവിതത്തിലെ ക്രിസ്തുവും. സ്ക്രിപ്ചറിലെ ക്രിസ്തുവിനെ കേട്ടത്, സ്ക്രിപ്ചറിലെ ക്രിസ്തുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചത്, സ്ക്രിപ്ചറിലെ ക്രിസ്തുവിന്റെ നമ്മളെ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്തില്ല? പ്രയോജനത്തെ വന്നില്ല. ധനത്തിന്റെ ചിന്തയും മറ്റ് വിഷയ മോഹങ്ങൾ, ഇതെല്ലാം എവിടെ ഉണ്ട്? വചനത്തിനോട് കൂടി അതും കൂടി അകത്ത് കണ്ട് അവിടെ എടുക്കാൻ പറ്റത്. ഞെരിച്ചത് എന്തുവാ? വഴി കിടന്ന മുള്ളല്ല ധരിക്കുന്നത്, അകത്തുള്ള ചിന്തകളാണ് ധരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, നമ്മൾ പ്രസംഗമല്ല കേൾക്കേണ്ടത്, വചനമാ കേൾക്കേണ്ടത്. വചനം കേട്ടാലും അത് പ്രയോജനത്തെ വരാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ യാതൊരു പ്രയോജനമില്ല. ഒരു സൺഡേ വേസ്റ്റ് ആയെന്നേ ഉള്ളൂ. ഹലോ എന്ന് വിചാരിച്ച് വരാതിരിക്കുക ദയവ് ചെയ്ത്. പാഷയുടെ വാക്ക് നോക്കിയിരിക്കുന്നുണ്ട്, അറിയാവോ?
കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പറഞ്ഞു പ്രയോജനം വലിയ വരണ്ടെന്ന്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഈ സഭയിൽ ആത്മീയമായി വളരുവാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അത് അവയിൽ ചെയ്യുന്നവർക്കായി. യോഗത്തിനും വരത്തില്ല, കൂട്ടത്തിനും വരത്തില്ല. ഒരു ഉള്ളു പറയുവാണേ, പാസ്റ്റർ പണ്ട് പറഞ്ഞില്ലേ ആത്മീയ വളർച്ച ഉണ്ടാകുന്നില്ലേ പിന്നെ സഭയിൽ നിൽക്കണം, അവിടെ ഞങ്ങൾ പോവാന്ന്. നോക്കണേ, ആത്മീയ വർധനം ഉണ്ടാകാൻ വേണ്ടി എല്ലാ സെറ്റപ്പും ദൈവസഭയിൽ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ഒന്നിനും അറ്റൻഡ് ചെയ്യത്തില്ല, കേൾക്കത്തുമില്ല. പോകാൻ നേരത്ത് കംപ്ലൈന്റ് എന്തുവാ, പാസ്റ്റർ അന്ന് ഇന്ന് പറഞ്ഞ പോലെ അല്ല, ദൈവം അടുത്ത ആഴ്ച വരാതിരിക്കരുത്. പറഞ്ഞു മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നാം ഈ പ്രസംഗം കേൾക്കുന്ന 1 മണിക്കൂറോ അരമണിക്കൂറോ അത് പ്രയോജനത്തെ വന്നില്ലെങ്കിൽ വേസ്റ്റ് അല്ലേ ഞാൻ ചോദിച്ചത്. ഇതിലൊക്കെ എത്ര നല്ല പ്രസംഗമാണ് പൊളിറ്റീഷ്യൻസിന്റെ പ്രസംഗം, ഇല്ലയോ? നിങ്ങൾ പാവങ്ങൾ ശരിക്കും പറയാൻ പോലും നിങ്ങൾ പകുതി നിങ്ങൾക്ക് തിരിയുന്ന പോലും ഇല്ല. അതാ വേറൊരു വിഷയം, ഇല്ലയോ? നന്ന് കേട്ടോ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണേ. സ്തോത്രം. ഈ കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ കൂടെ കുറച്ചു ദിവസം ആയല്ലോ. കാനാവിലെ കല്യാണ ദിവസം മുതൽ കൂടെ ഇല്ലായിരുന്നു. എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും എന്റെ നാഴിക വന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഇതിനു മുമ്പേ പുരുഷാരത്തെ അപ്പം കൊണ്ട് പോഷിപ്പിച്ച് അറിഞ്ഞിട്ടില്ലേ? അതൊക്കെ പോട്ടെ, ഏതെല്ലാം കാര്യങ്ങൾ എന്നോട് കൂടെ നടന്ന് എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറയുന്ന വചനം എവിടെയാണ് വീണത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, പുരുഷാരത്തോട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. ഇതാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം. ഇത് ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഇറ്റ്സ് എ ഡൺ ഡീൽ. ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്ന പ്രിവിലേജ് ആയത് ദൈവവചനം സാക്ഷാൽ വചനമായി ഏറ്റെടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പ്രവാചകന്മാർ തലകുലയ്ക്കും അങ്ങനെയെന്ന് വിളിക്കുന്ന പരിപാടിയല്ല ഇത്. നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുന്ന ദൂതായത്. ഡയറക്റ്റ് നമ്മുടെ ഹൃദയത്തോട് ഇടപെടുന്ന ദൂതാ. അതവിടെ ഇരിക്കുവാനും അത് വളരുവാനും അത് മുള്ളിനിടയിലായി പോകാതിരിക്കുവാൻ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോഴാണ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്സ് വരുന്നത്. ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കും നമ്മളെ. പല പ്രൊഫഷണൽ മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിലും ഏതാണെങ്കിലും പുസ്തകത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോയിക്കോ, സൂചി എടുത്ത് കുത്തിക്കാൻ പറയുമോ? ഇതെങ്ങനെയാ പിടിക്കേണ്ടതെന്നും മനസ്സിലായില്ല. ഇതിനൊരു പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. അതിനെന്തോ പറയുന്ന അത് തന്നെ എന്താ ഞാൻ കേട്ടില്ല കേട്ടോ. അത് തന്നെ അതാ പകൽ മുഴുവനും സ്വർഗ ദൈവരാജ്യത്തിന്റെ മർമ്മത്തെ അന്ന് വൈകിട്ട് എനിക്ക് ആ വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് സന്ധ്യയായപ്പോൾ ഈ പറഞ്ഞു കൊടുത്തത് പ്രാക്ടിക്കൽ സംഗതി ഉണ്ടോ എന്നൊന്ന് അറിയണ്ടായോ? നാം ആരെയാണ് കേൾക്കുന്നത്, ആരെയാണ് ആരാധിക്കുന്നത്, ആരുടെ പിന്നാലെ പോകുന്നത് എന്ന് അവൻ അറിയാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർമാർ അറിഞ്ഞിട്ടൊന്നും യാതൊരു പ്രയോജനമില്ല. നമ്മൾ ഇതിനകത്തിരുന്ന് കേട്ടിട്ട് പോലും ഈ ഇറങ്ങുമ്പോൾ ആള് മാറത്തില്ലേ? ഹലോ, എന്താ കാര്യം എന്ന് പറഞ്ഞേ. 4-ാം അധ്യായത്തിൽ തന്നെ നിൽക്കുക. അന്ന് സന്ധ്യയായപ്പോൾ
വാ നമുക്ക് എന്ത് ചെയ്യാം? അവർക്കറിയത്തില്ല എന്തിനാ കൊണ്ടുപോകുന്നത്, പോവുക കൂടെ. ആ ചോദ്യമാ. ഇതൊക്കെ പറഞ്ഞാലും ആരാ അമരത്തിരിക്കുന്നത്? ആരാ പറഞ്ഞത് പോകാൻ? ആരെയാ കൊണ്ടുപോകുന്ന? പബ്ലിക്കിനെ അല്ല, അവന്റെ ശിഷ്യന്മാരെയാ. ആരാ കൂടെ ഉള്ളത്? യേശു. ഒരു ലീഡർ. ഞാൻ പറയട്ടെ, സപ്പോസ് ഞാൻ ഒരാളെ, നിങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിനെ കൊണ്ട് പോവുക, വഴിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ഞാനാ ഉത്തരവാദി. കൊണ്ടുപോകുന്ന ആളിനേക്കാൾ കൂടുതൽ പ്രയാസം എനിക്കാ. സോറി, കൂടെ. അതെ അതെ, നിങ്ങൾ കയറി ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിഗ്നലിലേക്ക് ഇരുന്നാൽ മതി. അത് മനസ്സിലാവുന്ന നോക്കിയാൽ സ്വാതന്ത്ര്യം. പക്ഷെ ഇടയ്ക്ക് പുറകിലെ ഒരു ടയർ ഫ്ലാറ്റ് ആയാലോ, ഞാൻ ഇവിടെ ഇരിക്കുക, നിങ്ങൾ പോയി നോക്കുന്നു പറയുമോ? ഞാൻ ആദ്യം ഇറങ്ങണം. ഒന്ന് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നു? ഇതെവിടെയും ഉണ്ട്, ദൈവസഭയിലും ഉണ്ടെന്നേ. അതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇയാളുടെ കൂടെ ഞാൻ വരുന്നത്, ആള് വരുന്നത് മറ്റേ കയറുക. മറ്റവൻ ഇങ്ങനെ വാതിൽ തോന്നിട്ടോണ്ടാ വരുന്നത്. മനസ്സിലായ സ്തോത്രം. അത് 2-3 വാതിൽ തുറന്നിട്ടോ ഏത് വഴി വേണമെങ്കിൽ കയറിക്കോ, ഒരു പ്രശ്നമില്ല. ഞാൻ നിങ്ങൾ കയറി ഇരുന്നാൽ ചോദിക്കത്ത് പോലുമില്ല എന്താ വരാഞ്ഞത്. പിന്നല്ലയോ, ഇവിടെ ചിലരൊക്കെ യോഗം കഴിയുന്നതുകൊണ്ട് ഫോൺ വിളിക്കും. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഒരു സ്തോത്രം പറയാം. നിങ്ങൾ ടൈറ്റായിട്ട് ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്നോണേ. പ്രൈസ് ദി ലോർഡ്. ഇത് അങ്ങനെയാണെങ്കിൽ ഈ കൊണ്ടുപോകുന്ന പുള്ളി നല്ലോണം കൂർക്ക് പഠിച്ച് ഉറങ്ങുക. പുള്ളിക്ക് പ്രശ്നം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? മനസ്സിലായില്ല? ഞാൻ എൻ്റെ സമാധാനം, ഞാൻ എത്ര പീസ്ഫുൾ ആയിട്ടാ ഇതിനകത്തിരിക്കുന്നേ. ഞാൻ നിന്നെ കണ്ടോളാന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് രാത്രി ഉറക്കം വരത്തില്ല. ഒന്നുമില്ലാത്തതിന് ഉറക്കാത്തോണ്ടല്ലോ പിന്നെ അവന് എന്തെങ്കിലും പറഞ്ഞാൽ ഉറങ്ങാത്ത. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഒരു വിഷയം വരുമ്പോൾ, ഞാൻ ഈ സാധാരണ ഉള്ള കാര്യം, ഒരു വിഷയം വരുമ്പോൾ ഉറക്കം നഷ്ടപ്പെടത്തില്ലേ? വരുമെന്നേ. ഇവിടെ ആരാ ഉറങ്ങുന്നേ? ബൈബിളിൽ വായിക്കുമ്പോൾ ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. പക്ഷെ ഇവിടെ ആളാ. അപ്പൊ അവൻ ഉറങ്ങുവാന്നോ? ഇത് ട്രെയിനിങ് ക്ലാസ് നടക്കുക. മനസ്സിലായില്ല? അവൻ നിന്റെ വിഷയം അറിയാതിരിക്കുന്നില്ല. ദൈവമേ, നീ കാണുന്നില്ലേ, നീ അറിയുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ അറിഞ്ഞിട്ട് തന്നെയാ പോകുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാമോ? ചോദ്യമാ, ഞങ്ങളെന്നാണോ പറയേണ്ടത്, നമ്മളെന്നാണോ പറയേണ്ടത്? പറഞ്ഞെങ്ങനെ? ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക്. ഞാൻ ഉറങ്ങുന്ന കണ്ണല്ലേ, കിടന്നുറങ്ങടാ. ദൈവക്കളെ, ഒരു കാര്യം പറയട്ടെ, പീസ് അല്ലെങ്കിൽ സമാധാനം പ്രസംഗിക്കാൻ എളുപ്പമാണ്. വിഷയം വരുമ്പോൾ അവനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇല്ലയോ? എൻ്റെ പണ്ട് പാസ്റ്റർ ലിജി പണ്ടെന്ന് ഒരു ക്ലാസ്സിൽ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. എൻ്റെ സമാധാനം 3.5 വർഷം പോയ സാഹചര്യത്തിൽ ഉണ്ടായ സമാധാനം, ഇല്ലയോ? ഇവൻ
അപ്പനില്ലാതെ ഉണ്ടായവരാന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സമാധാനം. ഇവന്റെ മേൽ ഭൂതമുണ്ട് എന്തോ പറഞ്ഞപ്പോൾ അവനുണ്ടായ സമാധാനം. മനസ്സിലായില്ലേ? ഇവൻ ജീവിക്കാൻ യോഗ്യനല്ല, കൊന്നു കളയണം എന്നോ പറഞ്ഞപ്പോൾ സമാധാനം. അതാ തന്നിട്ട് പോയിരിക്കുന്നത്. അതാ ദൈവരാജ്യത്തിന്റെ മർമ്മം. ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ചോദിക്കുമായിരുന്നോ? നിങ്ങൾ സഹകരിച്ചേ? നോ. കൊണ്ടുവന്നവന് സമാധാനമുണ്ടെങ്കിൽ പോകുന്നവനും സമാധാനം വേണം. ഓ ഹല്ലേലൂയ. ശാന്തമായിട്ടിറങ്ങുക. അപ്പോൾ ചോദ്യം, ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. എന്റെ വിഷയം എന്തുവാ? സ്ക്രിപ്ചർ വേണ്ട, പുസ്തകത്തിലെ ക്രിസ്തുവും ജീവിതത്തിലെ ക്രിസ്തുവും. ഈ ട്രെയിനിങ് ക്ലാസ്സിൽ പോയിട്ട് അതുകൊണ്ടാണ് ഇവർ എഴുന്നേറ്റു, കാറ്റിനെ ശാസിച്ചു. ഈ ശാസിക്കുന്ന ആരെയാ? ദുഷ്ടനെ. അതൊരു വ്യക്തിയാ, അതൊരു ഫോഴ്സാ. തെളിവ് പിന്നീട് ഞാൻ പറയാം. കാറ്റിന് ഞാൻ പറയട്ടെ, പല വിഷയത്തിന്റെയും അസമാധാനം ഉണ്ടാക്കുന്ന പല വിഷയത്തിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയാണ്. വിശ്വസിക്കണം നിങ്ങൾ. അവൻ ഞാൻ പറഞ്ഞ വെള്ളം സ്വതവേ എന്ത് ചെയ്യില്ല, അനങ്ങത്തില്ല, നിശ്ചലമായി കിടക്കും. ഹ്യൂസ്റ്റൻകാർക്ക് ഇത് അറിയാമല്ലോ. എന്തുവാ അതിന് പറയുന്നത്? ഹരിക്കെയിൻ, ടൊർണാഡോ. ഇവിടെ അത് തന്നെയാ വന്നേ. ഏതാ? ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്റെ ഭാഷ ഒരു നിർവാഹവുമില്ല. ആരാണ്ട് വന്ന് പറഞ്ഞു 3 ദിവസം ഉപവസിക്കാൻ. ഞാൻ 4 ഉപവസിച്ചു. പിന്നെ വേറെ ആൾ ഇതുകൊണ്ട് പറ്റത്തില്ല 21, ഞാൻ 22 ഉപവസിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും കറക്കം തന്നെ കറക്കം. വരുന്നോം പറയുമ്പോൾ നീ ഉപവസിച്ച് നടക്കാതെ കറങ്ങാനുള്ള പിന്നിലുള്ള കാര്യം എന്നൊന്ന് ആരാഞ്ഞാൽ മതി. അത് നല്ല സഹോദരൻ ആരും പറഞ്ഞില്ല. നിങ്ങൾ ഉപവസിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഉപവാസം തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. അത് നമ്മുടെ ആത്മീയ വർദ്ധനു വേണ്ടി ആയിരിക്കണം, അല്ലാതെ കാറ്റ് മാറ്റാൻ വേണ്ടി ആയിരിക്കരുത്. അത് മനസ്സിലായില്ലേ? നിനക്കൊരു ജയജീവിതം നയിപ്പാൻ കഴിയാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് സിറ്റ് ഇൻ ഹിസ് പ്രസൻസ്. ഈ വിഷയത്തിൽ എനിക്കൊരു അതിജീവിക്കാൻ കഴിയുന്നില്ല. Give me strength, give me strength. I am sitting in your presence without eating anything. I am sitting in your presence. I need your strength to overcome this situation. Just pray. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ നീ ഇരുന്നാൽ അതൊന്നും വലിയ വിഷയമായി പോകത്തില്ല. പറഞ്ഞ് മനസ്സിലായില്ല? ഹലോ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അവർ യേശു ചോദിക്കുകയാണ്. ആ ചോദ്യം നോക്കിയേ. ഇനി 38 വായിച്ചു, 38 താഴെ. ആ അപ്പൊ ശാന്തമായത് എപ്പോഴാ? കാറ്റ് നിശ്ചലമായപ്പോൾ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശാന്തത വരണേ എന്ത് ചെയ്താൽ മതി? മുഖാന്തരങ്ങളെ ശാസിച്ചാൽ മതി. ആര്? ജീവിതത്തിലുള്ളവൻ. മനസ്സിലായില്ല? നിനക്കൊരു വിഷയം വരുമ്പോൾ ആരെയും തിരക്കി പോകണ്ട. അവൻ ഇവിടെ ഉണ്ടെന്ന് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ. പറഞ്ഞു മനസ്സിലായില്ല? അവനൊരു വിഷയം വീട്ടിലോ ഭവനത്തിലോ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന്റെ പുറകെ പോകുകയോ ആരെയും ഫോൺ ചെയ്ത് അറിയിക്കുകയോ വേണ്ട. അവൻ ജീവിതത്തിലുണ്ടെങ്കിൽ. ഒരു സ്തോത്രം പറഞ്ഞില്ല. പുസ്തകത്തിലാണെങ്കിൽ വിളിക്കണം,
ലൈഫിലാണെങ്കിൽ വിളിക്കണ്ട, ശാസിക്കുന്നവൻ ജീവിതത്തിലുണ്ട്. നീ ശാസിക്കണ്ട, അവൻ ചെയ്തോളൂ വന്നേ. അവനല്ലയോ യാത്ര ഉറപ്പിച്ചത്. അടുത്ത ചോദ്യം അതിന്റെ വിഷയം 39. 40. അതൊക്കെ ഇപ്പൊ നിങ്ങൾ ഇതിൽ പേടിക്കാൻ കാര്യമില്ല. ആ ചോദ്യം അങ്ങനെ ചിന്തിക്കണം. ഇങ്ങനെ അങ്ങ് വായിച്ചു പോയത്. മക്കളെ, ഇത് എന്ത് പറ്റിയത്? ഈ 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഞാൻ ഈ മർമ്മങ്ങളെയൊക്കെ വെളിപ്പെടുത്താന്നില്ലേ? വചനം വിതയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ? ഈ വചനം ആരാണെന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തന്നോ? മനസ്സിലായില്ല. അത് പറഞ്ഞു കാണും, എനിക്കറിയാം, അത് കർത്താവ് പറഞ്ഞു കാണും. വാസ്തവത്തിൽ ഉയരത്തിൽ വന്ന ആ സാക്ഷാൽ വചനമാകുന്ന വിത്ത് ആണോ? ഞാൻ പലപ്പോഴും കൃത്രിമ സമയത്ത് പറയും, നല്ല ഗോതമ്പ് മണിയാകുന്ന അവൻ ദൈവക്രോധ ചക്കിൽ പൊടിഞ്ഞ് ദൈവക്രോധ അഗ്നിയിൽ വന്ന് ജീവന്റെ അപ്പമായി ഭൂമിയിലേക്ക് വന്നു. ഓ, അതാ കാൽവറിയിൽ നുറുക്കപ്പെട്ടത്. ശ്രദ്ധിക്കണേ. അപ്പോൾ 2, യേശു പറഞ്ഞു ഗോതമ്പ് മണി നിലത്തു വീണ്. അപ്പൊ ആരാ? യേശു. വിതച്ചപ്പോൾ വീണ മണിയാരാ? ഇത് പ്രസംഗത്തിലെ വചനമല്ല, പക്ഷെ ക്രിസ്തു ഇങ്ങോട്ട് വന്നതാ. അപ്പോൾ അതിന് മർമ്മം വെളിപ്പെടുത്തിയപ്പോൾ ആരെയാ വെളിപ്പെടുത്തത്? യേശുവിനെ. നിങ്ങൾ മനസ്സിലാക്കിയ ഞാൻ വിശ്വസിക്കുന്നു. ഗോതമ്പ് നിലത്തു വീണ് ചാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കാൻ പോകുന്ന യേശു പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വിതച്ച മണിയാരാ? യേശുവിന്റെ വചനം. അപ്പൊ യേശുവിനെ കേൾക്കുമ്പോൾ യേശു ഇവിടെ ഉണ്ടായിരിക്കണം എന്നൊരു ജീവിതത്തിൽ കാണണം. അവൻ സാധിച്ചോളും. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് ഭയം എവിടുന്നാ വന്നേ? ആ ചോദ്യം. എന്തുകൊണ്ടാ ഭയപ്പെടും? ഞാനില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ കൈ പിടിച്ചിട്ട് അവർക്ക് വല്ല പേടിയുണ്ടോ? ഇതുവഴി വണ്ടി 85 മൈൽ സ്പീഡ് എത്രയെങ്കിലും പോട്ടെ, അപ്പന്റെ കയ്യിലല്ലേ ഞാൻ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വിഷയം മനസ്സിലായോ? ഹല്ലേലൂയ. ഇനിയും അവൻ പിടിച്ചിരിക്കുന്നു എന്നല്ല, പക്ഷെ ബൈബിളിൽ ശരിക്കും പഠിച്ചാൽ ഞാൻ അവന്റെ ഉള്ളം കയ്യിലാ. അവൻ പിടിച്ചോണ്ട് നടക്കുക മാത്രമല്ല, കയ്യിലാവിന് കയ്യില. സ്തോത്രം. സ്തോത്രമൊക്കെ പറയണേ. നമ്മളതുപോലെ മനസ്സിലാക്കണം. ഈ പ്രസംഗം കേട്ട് ഞാനും പെന്തക്കോസ്തുകാരനാ, അല്ലെങ്കിൽ ഞാനും ബൈബിളിൽ അറിയാവുന്ന ആളാ, ഇതല്ല വിഷയം. ഒരു വിഷയം വരുമ്പോൾ ഹൗ ടു ഹാൻഡിൽ ഹിം. അവനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും നമ്മുടെ ജീവിതത്തിലേക്ക്. നിങ്ങൾക്ക് ഇപ്പോഴും എന്തോ അത് ഭയം. അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ ഈ പടകില് ഇല്ലേ? അതല്ലേ അർത്ഥം. അപ്പൊ ഞാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഇതുവരെ നിങ്ങൾ എന്നെ പറ്റി എവിടെ കണ്ടുള്ളൂ? പുസ്തകത്തിലേ കണ്ടുള്ളൂ. നിങ്ങൾ 23-ാം സങ്കീർത്തനം കാണാതെ പറഞ്ഞവരാ എന്ന് പറഞ്ഞതാ ബാലവകുപ്പിൽ എന്ന് പണ്ട് മർത്തോമാരായിരുന്നപ്പോൾ. നല്ല സിസ്റ്റം അവിടെ സൺഡേ സ്കൂൾ കേട്ടോ. ഇറ്റ്സ് ഗുഡ്. അന്ന് ഇപ്പൊ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാനോ? ഇങ്ങോട്ട് വാ. പക്ഷെ അത് എവിടെ ഇരിക്കുക? പുസ്തകത്തില. പക്ഷേ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൻ കൂടെയുണ്ട്, എനിക്ക് ഭയമില്ല. അടുത്തത് ഇപ്പോഴും. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇത്രയും പറഞ്ഞു വന്നിട്ടും ഇപ്പോഴും ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് കൂടെ കൊണ്ടുവന്നിട്ട് ഞാൻ ആരെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും ഇത് ഏകദേശം 2000-ൽ പരം വർഷം മുൻപ്
നസ്രയത്തിലെ തച്ചന്റെ മകൻ യേശു ശിഷ്യന്മാരോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും കേട്ടിട്ടും ഒരു വ്യത്യാസമില്ലല്ലോ മോനെ. ഇത്രയും കേട്ടിട്ടും സംസാരത്തിന് വ്യത്യാസമില്ലല്ലോ മോളെ. ഐ എം സോറി, മോളെ മോനെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ലാംഗ്വേജ് ആകട്ടോ. ഞാൻ ആരുടെയും നേരെ നോക്കിയല്ല പറഞ്ഞേ. അഥവാ നേരെ നോക്കിയെന്ന് വിചാരിച്ചാൽ അവരെ നോക്കി തന്നെയാ പറഞ്ഞേ. അങ്ങനെ ഒഴിഞ്ഞു പോകുന്നൊരു പാർട്ടല്ല ഇത്. കാരണം ഈ വണ്ടി അങ്ങോട്ട് എത്തിക്കണം. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശുശ്രൂഷന്മാരുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ ഭാഷ ഇഷ്ടപ്പെട്ടില്ല 10,000 ഭാഷമാരെ കിട്ടും. പക്ഷെ നിങ്ങളെ നടത്തുന്നവർ പോലെ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്ന വേറെ ആരും കാണത്തില്ല. ഞാനത് ഗ്യാരണ്ടി ആയിട്ട് വചനത്തിന്റെ വെളിപ്പാടിൽ പറയുക. നിങ്ങളെക്കുറിച്ച് ഓർക്കുകയും നിങ്ങളെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വിചാരിക്കുകയും അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത വേറെ ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് ഭൂമിയിൽ കിട്ടത്തില്ല. ഞങ്ങളുടെ കാര്യം മാധ്യമയുടെ കാര്യമല്ല പറഞ്ഞത്, ഞങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ഏത് സഭയിൽ പോകുന്ന ആ സഭയുടെ ശുശ്രൂഷയുടെ കാര്യമാണ് പറഞ്ഞത്. സ്തോത്രം. ഇത് അങ്ങോട്ട് എത്തിക്കണമെന്നുള്ളത് എൻ്റെ കുഞ്ഞ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ ദിവസം ഇന്ന് പകലല്ലയോ ക്ലാസ് എടുത്തത്. പുരുഷാരത്തോടാണ് ചോദിക്കുന്നത്, നിങ്ങളോടാ ചോദിക്കുന്നത്, ഈ 12 പേരാണ് ചോദിക്കുന്നത്. ഇപ്പോഴും നിനക്ക് അതിന്റെ അർത്ഥം എന്തുവാ? ഇതുവരെയും യേശു എവിടെയുള്ളൂ? പുസ്തകത്തിലേ ഉള്ളൂ. ജീവിച്ചു വന്നിട്ടില്ല. വന്നായിരുന്നെങ്കിൽ നീ ഭയക്കത്തിലായിരുന്നു. വന്നായിരുന്നെങ്കിൽ ഇവൻ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ പടക് മുങ്ങിപ്പോകയില്ല. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? കഴിഞ്ഞ ദിവസം നടത്തിയ വിധങ്ങളൊക്കെ ഒന്ന് ഓർക്കാമോ? ജീവിതത്തിന്റെ മേടുകളിൽ ഏകനെന്ന് തോന്നിപ്പോയ സന്ദർഭങ്ങളിൽ ധൈര്യം നൽകി വചനം നൽകി നടത്തിയ ഒരു ദൈവമുണ്ട്. ഇനി 2 കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഒരു നല്ല പാട്ട് പാടാൻ പോവാ. 5-ാം അധ്യായത്തിലേക്ക് വന്നു. 5-ാം അധ്യായത്തിലേക്ക് വന്നിറങ്ങി. അപ്പൊ എന്റെ വിഷയം മനസ്സിലാവുന്നുണ്ടോ? 1, ഇവർക്ക് ട്രെയിനിങ്ങാ. ആർക്കാ? കൂടെ കൊണ്ട് നടക്കുന്നവർക്ക്. ആർക്കാ? നമ്മുടെ ആരാധന മധ്യ കർത്താവുണ്ട് എന്ന് പറയുന്നവർക്ക്. ആർക്കാ? നമ്മുടെ ചർച്ചിൽ യേശു ഉണ്ട്, നമ്മുടെ പടകിയവരുണ്ടെന്ന് പറയുന്നവർക്ക്. അവർക്ക് കഴിഞ്ഞിട്ട് അടുത്ത് ഇവനങ്ങോട്ട് ഗദരദേശത്തെ കാല് വെച്ചോടനെ ഉടനെ ഓടി വരുന്നതാണ്. ഓടി വരുക. ഞാൻ വിചാരിക്കുന്നത് ഈ കടൽ തീരത്തൊന്നും ആയിരിക്കത്തില്ല സെമിത്തേരി, ഇല്ലയോ? ദൂരെ ആയിരിക്കും. പക്ഷേ ഇവൻ വരുന്നെന്ന് മീഡിയ ഒന്നും അന്നില്ല, ആരും അറിഞ്ഞില്ല. ഇവൻ അറിഞ്ഞു. ആരാ അറിഞ്ഞേ? അശുദ്ധാത്മാവ് പറഞ്ഞു. ആര് വരുന്നെന്ന്? യേശു വരുന്നെന്ന്. വന്നാൽ എന്ത് നടക്കുമെന്ന് അവനറിയാം. രക്ഷാനിർണയം പ്രാപിച്ച ശിഷ്യന്മാർക്ക് അറിയത്തില്ല. പറഞ്ഞു മനസ്സിലായി? വന്നാൽ എന്ത് നടക്കുമെന്ന് ഇവൻ, ഞാനൊക്കെ പറയുന്നത് ശ്രദ്ധിക്കാം. ഇനി ശ്രദ്ധിക്കാം. എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇവിടെ കേറി വന്നു. ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ ഇവിടെ ഒന്നും നിൽക്കാൻ. ഒരു കാര്യം ചെയ്യാം. ഈ പന്നി സ്വത്രം നിങ്ങൾക്കറിയാമോ? ഇവരുമായിട്ട് യേശു എപ്പോഴാ ഡീൽ ചെയ്തെന്ന് മനസ്സിലായില്ല. ഇവരുമായിട്ട് യേശു എപ്പോഴാ ഡീൽ ചെയ്തത്? ഇത് വായിച്ചേ. 39:4-39. ശരി. അത് നല്ലോണം ഞാൻ അത് സജീവന്റെ വിഷയമല്ല കൈവിട്ടത്. ഒന്നുകൊണ്ട് വായിച്ചേ.
കാറ്റിനെ ശ്വാസിച്ചു, അവൻ എഴുന്നേറ്റ്. കടൽ 5:6 5:8 വായിച്ച്. കൽപ്പിച്ചിരുന്നു. ഇതെവിടെ സംഭവിച്ചത്? ആ കാറ്റ് ഇവനായിരുന്നു. അത് മനസ്സിലായില്ല. അശുദ്ധാത്മാ ഇവനെ വിട്ടു പോ എന്നാണ് പറഞ്ഞേ. അല്ല, അവിടേക്ക് വരുന്നതിനു മുൻപേ ഇവന്റെ മേലുള്ള അശുദ്ധാത്മാവ് യേശുവും ശിഷ്യന്മാരും വരുന്ന പടകിന്മേലടിച്ചു. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത് കേവലം കാറ്റായിരുന്നോ? ഇവന്റെ മേലുള്ള 6000 ഭൂതങ്ങൾ. നസ്രയത്തിലെ യേശു ഇവിടെ വന്നാൽ ഇവിടെ ഒരു വിടുതൽ നടക്കുമെന്ന് അറിഞ്ഞോണ്ട് അവൻ യാത്ര ചെയ്ത പടകിന്മേൽ അടിച്ചു. 2 വിഷയമായ, ഒന്ന് ശിഷ്യന്മാരുടെ ക്ലാസ്, പ്രാക്ടിക്കൽ. ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ 2 കാര്യം നടക്കും. ഒന്ന് അവന് നാമം മഹത്വം എടുക്കും, 2 നമ്മൾ ചിലത് പഠിക്കും. ഈ 2 കാര്യം നടക്കണം ഇല്ലയോ? അപ്പോൾ കാറ്റിനെ ശാസിച്ചു. എന്തിനെ ശാസിച്ചത്? ഗദരദേശത്തുള്ള ഭൂതം, അശുദ്ധാത്മാവ് ഈ വഴിയിൽ തടസ്സമുണ്ടാക്കാൻ വന്നാൽ ശാസിക്കുന്നവൻ കൂടെയുണ്ട്. വിഷയം മനസ്സിലായോ? നിന്റെ ജീവിതയാത്രയിൽ ഏതെല്ലാം പ്രശ്നം, ആരെല്ലാം പൈശാചികൻ കൊണ്ടുവന്നാലും അവയെ ശാസിക്കുവാൻ കഴിവുള്ളവൻ പടകിലുണ്ട്. നിയന്ത്രിപ്പാൻ അവൻ എന്താ? പ്രകൃതിയിന്മേൽ അധികാരം. കേവലം പ്രകൃതി. ഇന്ന് കാണുന്ന ഈ കത്രീനെ ഒന്നുമല്ല എന്റെ വിഷയം. എന്താ ഐവാനോ ഇവാൻ? അത് തന്നെ. എന്താ കഴിഞ്ഞ ആഴ്ച കറക്റ്റ് ചെയ്തായിരുന്നല്ലോ. ഇയാൻ എന്റെ മോൻ എന്ന് പറഞ്ഞ പോലെ ഇയാൻ. ഞാൻ ഇയാൻ എന്ന് പറഞ്ഞ ആ പുള്ളിയുടെ പേരുള്ള ആ പുള്ളിയാ ശാസിച്ചത്. പ്രകൃതിയിന്മേൽ അധികാരമുള്ളവൻ മാത്രമല്ല, ഭൂതത്തിൻ്റെ മേൽ അധികാരമുള്ള. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. കയറിയ ഉടനെ എന്തിനാ പന്നിയുടെ അവിടേക്ക് പോകാൻ പറഞ്ഞറിയാമോ? പറഞ്ഞ ചെറിയ അഭിപ്രായം പറഞ്ഞു. ഞാനും ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കട്ടെ. എന്ത് അതെ, വേണ്ട പുള്ളിക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ പ്രസംഗം കഴിയും. ഒന്ന് പറഞ്ഞു, എന്തോ കാര്യം? എന്തോ? ഞാൻ പറയാം. നിങ്ങളെല്ലാം പറഞ്ഞത് ശരിയാട്ടോ. ഇന്നലെ രാത്രി കർത്താവ് ദാസൻ പറഞ്ഞു, എല്ലാം ശരിയാ. അന്നത്തെ ധനമെന്ന് പറയുന്നത് പന്നിക്കൂട്ടമാണ്. ധനവാന്മാരുടെ സമ്പത്താണ്. പറഞ്ഞു മനസ്സിലായോ? പന്നി ചത്താൽ ഞാൻ പറയാം. ഇത് പറയാൻ സമയം തന്നു. ഇനി എന്റെ സമയമാണ്. പന്നി ചത്താൽ ധനവാന്മാർ പുറകെ കൂടും. ഇവനെ ഈ പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കും. നമ്മുടെ ബിലയാമിന് പറ്റിയ ബിലയാമിന് അറിയാം. ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. യഹോവ പ്രാകാത്തവനെ ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ പ്രാകുന്നേ എന്ന് കേട്ട എന്തു നല്ല പ്രവാചകനാ. ഇതൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, അത് ഞാൻ അന്നേരം ഏതാ ഒരു കാര്യം ചെയ്താൽ മതി. ആരും കേൾക്കാതെ, ആരും പറയരുതേ. ഞങ്ങൾ വഴി പറഞ്ഞുതരാം. എന്താ പറയാമോ? ഈ പരസംഗത്തിന് വേണ്ടി കുറെ പേരെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ അവരതിനകത്ത് വരുമ്പോൾ ഇവരുടെ ദൈവം മാറിക്കോളും. നിങ്ങൾക്ക് ഈസി ആയിട്ട്
എന്ന് പറഞ്ഞ പോലെ ഒരു ടെക്നിക്കായി വളർന്നേ. പറഞ്ഞ മനസ്സിലായത്? ഈ പന്നി പോയി ചത്താൽ ധനവാന്മാർ ഇവനെ വിടത്തില്ല. പെട്ടെന്ന് ഈ ദേശത്ത് അവനെ കാലിയാക്കി. അത് മനസ്സിലായോ? അവരുടെ പ്ലാൻ കൊള്ളാവുന്ന. നസ്രയന് അതിനേക്കാളും വലിയ പ്ലാനുണ്ട്. ഒരു നല്ല സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. അഹീത്തോഫേലിന്റെ ആലോചനയെ വൃഥാവാക്കുന്നവൻ നമ്മുടെ ദൈവം. ഇവര് വിചാരിച്ചു ഈ നസ്രയൻ വന്ന് ഒരുത്തൻ രക്ഷപ്പെട്ടു, പക്ഷേ ഇനി അതുകൊണ്ട് ഇവരെല്ലാവരും കൂടി ഇവനെ ഇവിടുന്ന് ഓടിച്ച് അവന് സാപക പതുക്കെ അങ്ങ് പോയി. അപ്പം പക്ഷേ അവൾ നടന്നു കാണാം, മോൻ ഇനി വന്നേ, മോൻ ഇനി എൻ്റെ കൂടെ വരണ്ട. എൻ്റെ ഭാഷ, ഇവരെന്നെയല്ലേ ഓടിച്ച്. ഈ ഗദരദേശത്ത് നിന്നാരും ഇനിയും രക്ഷപ്പെടരുതെന്ന് അവരെ ഉദ്ദേശിച്ചത്. നിന്നെ ഞാൻ ഓർഡൈൻ ചെയ്ത് 10 പട്ടണത്തിനാക്കാൻ പോകും. മനസ്സിലായില്ല? അങ്ങനെ ആക്കിയവരെ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? പിശാചി വിചാരിച്ചു ഇവൻ ഓടിയോട് അപ്പൊ എന്ത് ചെയ്തു? ഓടിയോ? അവന്റെ സ്ഥാനാർത്ഥിയായിട്ട്, ഏജന്റായി, അംബാസഡറായി 10 പട്ടണം. ഈ പിശാച ഒരു പട്ടണമേ നോക്കിയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി? സ്വന്തം പറയണം. 10 പട്ടണത്തിലെ സുവിശേഷം പറയാൻ അവന് ഘോഷിച്ച് ആർത്ത് തുള്ളിയും കൊണ്ട് യേശുവിനെ പറ്റി 10 പട്ടണങ്ങളിൽ ആരാ ജയിച്ചേ? ഒന്ന് ഉറക്കം പറഞ്ഞേ. അവന്റെ ജീവിതത്തിൽ, പുസ്തകത്തിലല്ല ജീവിതത്തിൽ യേശു വന്നു. പുസ്തകത്തിലാണ് നീ യേശുവിന്റെ പുറകെ പോയതിനേയും കുഴപ്പമില്ല. പുറകെ പോയ ഒത്തിരി പേരായി നിൽക്കുന്നത്. ഏതാ? ഈ 4-ാം അധ്യായത്തിൽ അല്ലയോ? ഞാനും വരും അന്ന് പടക് വരെ വിട്ടുപോയ പൗത്രോസൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഇവനും താല്പര്യപ്പെട്ടു. പക്ഷേ ഇവനെ ഓർഡൈൻ, ഞാൻ എൻ്റെ ഭാഷ, ഓർഡൈൻ ചെയ്ത് അവിടെ ആക്കി. മോനെ, ഇവരെന്നെ ഓടിച്ചെങ്കിലും എൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടും. നിങ്ങൾ വിശ്വസിക്കാറിയെങ്കിലും ഈ ദേശത്തിന് യേശുവിനെ വേണ്ടെങ്കിലും യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ഓർഡൈൻ ചെയ്ത് ആക്കിയിരിക്കുന്ന ദൈവസഭ. അത് നടക്കണം. അടുത്ത് മുമ്പോട്ട് പോയപ്പോ ഒരു നിസ്സഹായൻ, പരീശന, പള്ളി ഭക്തനാ, പള്ളി പ്രമാണിയാ, എന്റെ കുഞ്ഞുമകൾ. ഞാനങ്ങ് വിചാരിക്കുക ആരും കാണാതായിരിക്കും പക്ഷെ വന്നത്. കാരണം യേശുവിൻ്റെ അടുക്ക് പോകാനുള്ള കണ്ടാൽ കല്ലെറിയും. മതത്തിന് അനുവാദമില്ല. യേശു എന്ന ആളിന്റെ അടുക്കൽ പോകാൻ മതം അനുവദിക്കുന്നില്ല. പക്ഷെ അവന് പരിതസ്ഥിതി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നമ്മൾ അങ്ങനെയൊക്കെ വന്നതല്ലയോ? ചില സാഹചര്യങ്ങൾ നമ്മെ യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നതല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇവൻ യഹൂദനാണോ, പള്ളി പ്രമാണിയാണോ, ഇവന് പരീശനാണോ, ശാസ്ത്രിയാണോ എന്നുള്ള വിഷയമല്ല. ഒരു നിസ്സഹായന്റെ കൂടെ യേശു പോയി. അങ്ങനെയാണെങ്കിൽ നിന്റെ വിഷയം അറിയാവുന്നവൻ നിന്റെ കൂടെ വരുമെന്ന് വിശ്വസിക്കാം. എന്റെ വിഷയം പുസ്തകത്തിലെ ക്രിസ്തു, ജീവിതത്തിലെ ക്രിസ്തു. ഇവൻ ഈ നസ്രയത്തിലെ തച്ചനവനെ പറ്റി ഒത്തിരി കേട്ടും കണ്ടും കാണും. പക്ഷെ അവന്റെ അടുക്കൽ വരാൻ കാരണം ഇവനെ ഒന്ന് ആ ജീവിതത്തിലേക്ക് കൊണ്ട്. പൗലോസ് പറയുന്നു, എനിക്ക് അവനെ അറിയണം, അവനിൽ ഇരിക്കണം. ബാക്കി ഞാൻ പിന്നെ പറയാം. 3-ാമത്തെ വിഷയം, ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ത്രീ 5:28 യേശുവിന്റെ വർത്തമാനം കേട്ടു. വചനം കേട്ടു, യേശുവിനെ പറ്റി കേട്ടു, യേശുവിന്റെ വർത്തമാനം കേട്ടു. മനസ്സിലായോ? പുസ്തകത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് കേട്ടു. 2, അവന്റെ വസ്ത്രമെങ്കിലും പുരുഷാരത്തിൽ കൂടെ പുറകിൽ വന്ന എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. കേട്ടപ്പോൾ എന്ത് ചെയ്യണം? യെസ്, ഇവനാ, ഇവൻ രക്ഷിക്കും, ഇവൻ വിടുവിക്കും, ഇവൻ എന്നെ എത്ര 12 വർഷം എല്ലാം നഷ്ടപ്പെട്ടതാ.
രക്തസ്രാവം നമ്മൾ ജീവൻ പോവാ, ജീവൻ പോയിക്കൊണ്ടിരിക്കുക. രക്തത്തിൽ ആ ജീവൻ ബൈബിൾ വാക്യമുണ്ട്, ജീവൻ പോയി. പക്ഷേ അവൾ കേട്ട വർത്തമാനം പറഞ്ഞു. എന്തോ പറഞ്ഞത്? ഈ നസ്രായനായിരിക്കാം ഇവന് വിശ്വസിച്ച് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് എന്നൊന്നും അല്ല പറഞ്ഞു, രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അടുത്തത്, പുറയിൽ വന്ന അവനെ തൊട്ടു. ഇന്ന് പകൽക്കാലം ഈ വചനമായവനെ തൊടുന്ന ആരെങ്കിലും ഉണ്ടോ? അടുത്ത് വയ്ക്കാമോ? കേട്ടത് എന്ത് ചെയ്തു? ശരീരത്തിൽ അറിഞ്ഞു. പുസ്തകത്തിലെ ക്രിസ്തു ജീവിതത്തിൽ വന്നു. അവനെ ഒന്ന് ആരാധിക്കുമ്പോൾ ശരീരത്തിൽ അവന്റെ സാന്നിധ്യം അനുഭവിച്ചു അറിയുന്നുണ്ടോ? അവനിവിടെ ഉണ്ടെന്ന് വാസ്തവമായി മനസ്സിലാക്കി സന്തോഷത്തോടെ മടങ്ങുന്ന അറിയുന്നുണ്ടോ? അതോ ഇപ്പോഴും ഭയമാണോ? ഇപ്പോഴും നിരാശയാണോ? ഇപ്പോഴും സന്തോഷമില്ലായ്മയാണോ? ഇപ്പോഴും ഭവനത്തിലെ അസമാധാന സാഹചര്യം മാറിയിട്ടില്ലേ? ഡോണ്ട് വറി, യേശു കൂടെയുണ്ട്. അവനാണ് ആരംഭിച്ചെങ്കിൽ നിനക്ക് അവൻ ഉറങ്ങുന്നു എന്ന് തോന്നിയാലും അവൻ ഉറങ്ങുന്നവനല്ല. ആരംഭിച്ചവൻ കൂടെയുണ്ട്. ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോഴും ഭീരുക്കളാണോ? ഭയമില്ലയോ? ഇവിടെ യായിറോസ് ചോദിച്ചറിയാമോ? ഭയപ്പെടരുത്, എന്നിൽ വിശ്വസിക്കുക. രണ്ട് വ്യത്യാസം കണ്ടോ? ശിഷ്യനോട് പറയാണ്, ശിഷ്യന്മാരോട് പറഞ്ഞെന്തുവാ? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല, നിങ്ങൾ ഭീരുക്കളാണോ? അതാ ട്രെയിനിങ് ക്ലാസ്. പക്ഷെ യായിറോസ് പുറത്തുള്ളവനാ. നീ ഭയപ്പെടേണ്ട, എന്നിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചോ? ഭവനത്തിൽ മരിച്ച കുഞ്ഞ്, 12 വയസ്സുള്ള കുഞ്ഞ് ജീവൻ പ്രാപിച്ചു. നമുക്കൊന്ന് എഴുതേക്കാം. പടകിൽ ആരുണ്ട്? കാറ്റിനെയും കടലിനെയും. ഇന്ന് പകൽക്കാലം ഈ ദൂത് ഏറ്റെടുത്ത് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ശ്രദ്ധിക്കണേ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ ഈ യേശുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമോ? എനിക്കും പ്രശ്നമുണ്ട്, എന്റെ ജീവിതത്തിലും നിരാശാജനകമായ വിഷയമുണ്ട്, എന്റെ ഭവനത്തിലും അസമാധാനം വരുന്ന സാഹചര്യമുണ്ട്. അതൊരു വ്യക്തിയുടെയും കുഴപ്പമല്ല, ആരെയും വെള്ള ചൂണ്ടരുത്. അന്ധകാര ശക്തി പ്രവർത്തിക്കുന്നത് ശ്രദ്ധിച്ചിങ്ങനെ. നാം വിചാരിക്കുന്ന പോലെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ശരീരത്തിലോ മനസ്സിലോ ഭവനത്തിലോ ഇല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ ശാസിപ്പാൻ യേശുണ്ട്. അവൻ അധികാരമുള്ളവന്. തന്റെ വചനം അയച്ചു വിടുവിക്കുമെന്ന് പറഞ്ഞാൽ വചനമായവനെ അയച്ചു വിടുവിക്കും. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടരുത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട.
യാത്ര ചെയ്യുമ്പോൾ കണ്ടുവലേറ്റു നീ വലഞ്ഞിടുമ്പോൾ വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടുവലേറ്റു നീ വലഞ്ഞിടുമ്പോൾ ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട കർത്തൻ കൂടെയുണ്ട് അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്തെ അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്തെ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട എന്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ എന്റെ ദേശം ഇവിടെയല്ല ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ അക്കരെയാണ് എന്റെ ശാശ്വത നാട് അക്കരെയാണ് എന്റെ ശാശ്വത നാട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കുഞ്ഞാടതിൻ വിളക്കാണേ ഇരുളൊരു ലേശവും അവിടെയില്ല കുഞ്ഞാടതിൻ വിളക്കാണേ ഇരുളൊരു ലേശവും അവിടെയില്ല തരുമെനിക്ക് കിരീടമൊന്ന് തരുമെനിക്ക് കിരീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്റെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട് കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട് ഓ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ ഹല്ലേലൂയ ആമേൻ കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോർ പടകിലുണ്ട് അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ആമേൻ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട ഹല്ലേലൂയ ഹല്ലേലൂയ we praise you Lord we praise you we praise you we praise you we praise you hallelujah 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 thank you Lord we praise you we praise you we praise you hallelujah പുസ്തകത്തിലെ ക്രിസ്തു ജീവിതത്തിലെ ക്രിസ്തു ശിഷ്യന്മാർ 2 ചോദ്യം ചോദിച്ചു നിനക്ക് വിചാരമില്ലയോ അത് യേശുവിനോടാ തമ്മിൽ പറഞ്ഞു ഇവൻ ആരാ യേശുവും 2 ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്തിനാ ഭീരുക്കളാകുന്നത്
ഇപ്പോഴും വിശ്വാസമില്ലേ? ദൈവരാജ്യത്തിന് മർമ്മങ്ങളെ വെളിപ്പെടുത്തി ലഭിച്ചവരാ ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്നത്. നാം പബ്ലിക് അല്ല കേട്ടോ. കഴിഞ്ഞ രാത്രി കേട്ടോ, വിശുദ്ധ പുരോഹിത വർഗമാണ്. ജീവിത സാഹചര്യങ്ങളിൽ അസമാധാനം സൃഷ്ടിക്കപ്പെട്ട സാഹചര്യമുണ്ടോ? കർത്താവേ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ടോ? എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ആരും ആരെയും കുറ്റം പറയേണ്ട കേട്ടോ. പക്ഷെ ഒരുവൻ പടകിലുണ്ട്. ഇളകി മറിയുന്ന സാഹചര്യത്തിന് മധ്യ അതിന്മേൽ കൺട്രോൾ ഉള്ളവൻ, നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ, മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, നിന്നെ അറിയുന്നവൻ. അവൻ അറിയാതെയല്ല ചുഴലിക്കാറ്റ് വന്നത്, അവൻ അറിയാതെയല്ല തിരകൾ തള്ളിക്കയറിയത്. തലമുറകളിൽ, ഭവനത്തിൽ, ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തോളം പൈശാചികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പരിഹാരവൻ കൂടെയുണ്ട്. അവനെ മുറുകെ പിടിക്കുക, അവനെ മുറുകെ പിടിക്കുക. മനുഷ്യന്റെ 1000 അഭിപ്രായങ്ങളെക്കാൾ അവന്റെ ഒരു ആലോചനയാവരുത്. അവൾ കേട്ടു, അവൾ പറഞ്ഞു, അവൾ അറിഞ്ഞു, ബാധ വിട്ടുമാറി. ഒരു നിസ്സഹായന്റെ ഭവനത്തിൽ മരിച്ച ഒരു കുഞ്ഞ് ഇനിയും മാനുഷികമായ നിലയിൽ യാതൊന്നും നടക്കയില്ല എന്ന് വിധി എഴുതിയ ഒരു വിഷയം. അതുപോലെയുള്ള വിഷയം ഏതെങ്കിലും ഉണ്ടോ? ഈ യേശുവിനെ കൊണ്ട് വീട്ടോട്ട് പോണേ. ഈ ലോകത്തിലെ മാന്യന്മാർ കൂടെ വരത്തില്ല. യേശു യായിറോസിനോട് കൂടെ പോയി. നീ അവനെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ അവൻ നിന്നോട് കൂടെ വരും. ഭവനത്തിൽ, സഭയിൽ, ജീവിതത്തിൽ, തലമുറകളിൽ, കുടുംബജീവിതത്തിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കും. ആത്മീയ കാര്യം കൂടെ പറയട്ടെ. യാത്ര പുറപ്പെടുവിച്ചവൻ അവനാണെങ്കിൽ അക്കരെ എത്തിക്കുന്നവനും അവൻ തന്നെയാണ്. നിന്റെ ദേശം ഇതല്ല. അക്കരെ നാട് ലക്ഷ്യമാക്കി യാത്ര ചെയ്ത സിയോൻ സഞ്ചാരി, നീ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. അവൻ ആരെന്ന് ചോദിക്കരുത്. അവൻ എൻ്റെ ഇടയൻ, ഉടയവൻ ആണെന്ന് പറയണം. പ്രാർത്ഥിക്കാൻ വെച്ച് കുഞ്ഞു പ്രാർത്ഥന സഹായിച്ചാണ്.